Good afternoon, Miss. Good afternoon, Abinsha. വരുന്നുള്ളൂ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ അനിത. എവിടെയാണ് നമ്മൾ എടുത്തു നിർത്തിയിരിക്കുന്നത്? എവിടെയാ നമ്മൾ നിർത്തിയത്? Disciplinary procedure, 5th point. 5th point അല്ലേ? Suspension with or without pay. അതാണോ? Yes. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാണോ ഇന്ന് ആരും കാണുന്നില്ലല്ലോ? യെസ്, ചിലപ്പോൾ നമ്മൾ നോക്കി വെറുതെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം പാഴാക്കിയത് കൊണ്ട് അവരാരും എത്തിയില്ലെങ്കിലോ? നമുക്ക് തുടങ്ങാം അല്ലേ? 2 പേരേ ഉള്ളൂ. ഓക്കെ. യെസ്. അപ്പൊ നമ്മള് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിനകത്ത് വരുന്ന സ്റ്റെപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഇഫ് എനി മിസ്കണ്ടക്ട് ഈസ് ഫൗണ്ട്, ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസ് മിസ്കണ്ടക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ ആണ് to take disciplinary action towards that particular employee or employee. അത്തരം എംപ്ലോയീസിന്റെ നേരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ആ ഡിസിപ്ലിനറി ആക്ഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്ത് ഹി ഓർ ഷി, ആരാണോ അതിന് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അവര് ആ ഒരു മിസ്കണ്ടക്ട് ആ പർട്ടിക്കുലർ എംപ്ലോയി ചെയ്തിട്ടുണ്ടോ അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ പ്രധാന ഉദ്ദേശം. ആളത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ആദ്യം തന്നെ അല്ലെ. ഇനി മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ആള് എന്താണ് തെറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണോ, എത്രത്തോളം തീവ്രതയേറിയ ഗൗരവമേറിയ സിവിയറിറ്റി ഉള്ള ഒരു മിസ്കണ്ടക്ട് ആണ് ആള് ചെയ്തത് എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷന്റെ അല്ലെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാനപ്പെട്ട എയിം. ഇനി അത് കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആൾക്ക് എന്താ പറയാ വേണമെങ്കിൽ അതിന്റെ ആ ഒരു മിസ്കണ്ടക്റ്റിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് ഒരു വാർണിംഗ് കൊടുക്കുക, ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുക. ഈവൻ ഇറ്റ് ലീഡ്സ് ടു ടെർമിനേഷൻ ഓഫ് ദ സർവീസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. എന്ത് ചെയ്യും? ചിലപ്പോ ആ ആളുടെ പിരിച്ചുവിടലിലേക്ക് തന്നെ നയിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും പോകാൻ സാധ്യത. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുള്ള ഉദ്ദേശം. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഷോർട്ട് കോസ്റ്റ് നോട്ടീസ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട്, അതായത് ഇന്ന ഒരാള് നീ ഒരു
തെറ്റ് ചെയ്തു, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറി എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ് ചാർജ് ഷീറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി അതിന്റെ അനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഫോർ ദ ആക്ട്നെസ് ഓഫ് ദ മിസ്കണ്ടക്ട്. ആ മിസ്കണ്ടക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ആണ് ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു വാർണിംഗ് ലെറ്റർ കൂടിയാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ആളെ ബോധ്യപ്പെടുത്തുക, തന്റെ തെറ്റ് ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അതാണ് ചാർജ് ഷീറ്റ് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി ആഫ്റ്റർ റിസീവിംഗ് ദ ചാർജ് ഷീറ്റ്, ഇനി ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്താ? കൺസിഡറേഷൻ ഫോർ ദ എക്സ്പ്ലനേഷൻ ആണ്. വർക്കർക്ക്, എംപ്ലോയിക്ക് ഇഫ് ഹി ഓർ ഷി ഹാവ് ടു സേ സംതിങ് അബൌട്ട് ഹിസ് മിസ്കണ്ടക്ട്, there should be given some chance. അല്ലെ, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ചാർജ് ഷീറ്റ് തരുമ്പോ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തരാനുള്ള എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എംപ്ലോയിക്ക് കൊടുക്കണം മാനേജ്മെന്റ് എന്നുള്ളത്. അല്ലാതെ ചാടി കയറി പണിഷ്മെന്റിലേക്ക് പോവുകയല്ല ചെയ്യുക. ഓക്കെ, ഇനി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ ചാർജ് ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ എംപ്ലോയി ക്യാൻ ഐദർ ആക്സെപ്റ്റ് ദ ചാർജസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഓക്കെ ഹാവ് ഡൺ ഇറ്റ്, ഞാൻ ഇത് ചെയ്തു, തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് മാനേജ്മെന്റിനോട് കൈൻഡ്നെസ്സിന് യാചിക്കാം. അല്ലെ, എന്നോട് ക്ഷമ ഉണ്ടാവണം, ദയ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ യാചിക്കാം, എക്സ്പ്ലനേഷൻസ് കൊടുക്കാം, ആക്സെപ്റ്റ് ചെയ്യാം, ഞാനത് ചെയ്തതാണ്, സൈൻ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ ഓൾസോ റിഫ്യൂസ് ദ ചാർജസ്. ഈ ചാർജ് എനിക്ക് എന്റെ നേരെ നീട്ടുമ്പോ പറ്റില്ല, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ആൾക്കത് റിഫ്യൂസ് ചെയ്യാം, നിരസിക്കാനും സാധ്യതയുണ്ട്. നിരസിച്ചാൽ വീണ്ടും നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ പണിയുണ്ട്. ആളെന്ത് ചെയ്യണം? വീണ്ടും ഹാവ് ടു എൻക്വയർ അബൌട്ട് ദ ഫാക്ട്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് വീണ്ടും പണി കിട്ടും. ഓക്കെ, അപ്പൊ അവർ വീണ്ടും അന്വേഷണത്തിന് പോകുന്നു. അണ്ടിൽ എവിടെ വരെ ഈ അന്വേഷണം നീണ്ടുപോകും? until the real fact is investigated. അതായത് ശരിയായ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ടെത്തി വരുന്നത് വരെ ആ ഒരു പ്രൊസീജിയർ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അതിനുശേഷം വേണമെങ്കിൽ ഇനി എന്ത് ചെയ്യാം? ഈ ചാർജ് ഷീറ്റ് കിട്ടിയതിനു ശേഷം എംപ്ലോയി ക്യാൻ ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. ടൈമിന് കുറച്ചും സമയം എനിക്ക് തരണം, എന്റെ എക്സ്പ്ലനേഷന്റെ എവിഡൻസ്, ഞാൻ ചിലപ്പോ എന്റെ എന്താ പറയാ ഈ ഒരു മിസ്കണ്ടക്റ്റിലേക്ക് ചാർജ് തരുമ്പോ, ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഷോപ്പ് നോട്ടീസ് തരുമ്പോ ഞാൻ വേണമെങ്കിൽ പറയും, അയ്യോ എനിക്ക് അതിനൊരു സാവകാശം, ഒരു അവസരം എനിക്ക് തരണം, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അതിനുള്ള എവിഡൻസ് കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയുള്ള സമയം, ഒരു ഇത്തിരി എക്സ്റ്റൻഷൻ ഓഫ് ടൈം ചോദിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയം അനുവദിച്ചു കൊടുക്കണം മാനേജ്മെന്റ് എന്നുള്ളതാണ്. പിന്നെ ഇനി എന്താണ്? എക്സ്പ്ലനേഷൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന സമയത്തിന്, അതായത് അപ്പൊ 2 ദിവസം കൂടി എനിക്ക് സമയം തരാം, എക്സ്പ്ലനേഷൻ നീ കൊണ്ടുവന്നാൽ മതി. ആ സമയം കൊടുത്തു, ആ ഡ്യൂറേഷൻ മേ ബി 2 days, 1 day ആകാം, അല്ലെങ്കിൽ വിതിൻ 1 hour ആകാം. അതെന്താണോ ഓർഗനൈസേഷൻ അനുവദിക്കുന്നത് അതനുസരിച്ച് ആ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സമയത്തിനുള്ളിൽ വിതിൻ ദ ഡ്യൂറേഷൻ ഇറ്റ്സെൽഫ്, ആ സമയത്തിനുള്ളിൽ എംപ്ലോയി has not provided the explanation കൊടുത്തിട്ടില്ലെങ്കിൽ the management has the right to take any action against the employee. എംപ്ലോയിക്കെതിരെ എന്ത് ആക്ഷനും എടുക്കാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, 4ാമത്തേത് എൻക്വയറി നോട്ടീസ് ആണ്. ഒരു എൻക്വയറി നോട്ടീസ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? ചാർജ് ഷീറ്റിനോടൊപ്പം കൊടുത്തിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ട്? ആളുടെ എപ്പോഴാണ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വരുന്ന സമയം, ഡേറ്റ്, സ്ഥലമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. So that the employee can be prepared. ആ ഒരു കാര്യത്തിന് വേണ്ടി, എൻക്വയറിക്ക് വേണ്ടിയിട്ട് ആ എംപ്ലോയിക്ക് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നോട്ടീസ് ഓഫ് എൻക്വയറി കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞു സസ്പെൻഷൻ വിത്തൗട്ട് പേ. ഇവിടേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് നമുക്ക് എടുക്കാനുള്ള പോയിന്റ് കേട്ടോ. അധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് തുടങ്ങുമ്പോ. അപ്പൊ ഇനി അടുത്തത് എന്താ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊസീജിയേഴ്സിൽ, അതായത് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സസ്പെൻഷൻ വിതൗട്ട് പേ. മാനേജ്മെന്റിന് എന്ത് ചെയ്യാം? എല്ലാ അധികാരവും ഉണ്ട്, പൂർണ്ണമായ അധികാരമുണ്ട് എംപ്ലോയിക്ക്. ഇൻഡിസിപ്ലിൻ ആക്ട്സിന് എന്ത് ചെയ്യാം? ടേക്ക് ദെയർ ഓൺ ആക്ഷൻ. അവരുടേതായ ആക്ഷൻ എടുക്കാം. ഏത് രീതിയിലാണോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവർക്കെതിരെ മിസ്കണ്ടക്റ്റിന് ഏത് ആക്ഷൻസും എടുക്കാം. ആ ഇൻഡിസിപ്ലിൻ ആക്ട്സിന് എന്താ പറയാ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള തീരുമാനം മാനേജ്മെന്റിന്റെ കയ്യിലാണ്. അപ്പോ ഐദർ ചിലപ്പോ ചാർജ് ഷീറ്റും ഇതെല്ലാം കഴിഞ്ഞ് സസ്പെൻഷൻ ലെറ്റർ ആകാൻ കൊടുക്കുന്നത്, ചാർജ് ഷീറ്റിന്റെ ഒപ്പം തന്നെ കൊടുക്കാൻ, ചാർജ് ഷീറ്റിന് മുമ്പ് തന്നെ, ചിലപ്പോൾ ചാർജ് ഷീറ്റ് എത്തില്ല, അതിന് മുമ്പ് തന്നെ സസ്പെൻഷൻ ഓർഡർ ആയിരിക്കും. കാരണം ആ സിവിയറിറ്റിയാണ്.
ചെയ്ത മിസ്കണ്ടക്റ്റിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. ഭയങ്കര ഗൗരവമേറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ചിലപ്പോ സസ്പെൻഷൻ ചെയ്യും. ചാർജ് ഷീറ്റൊക്കെ പിന്നീടായിരിക്കും പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റിനോടൊപ്പം തന്നെ നമ്മുടെ സസ്പെൻഷൻ ലെറ്ററും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എംപ്ലോയിക്ക്. അപ്പൊ ആ ഒരു ഇനി മാത്രമല്ല ആൻഡ് അതിനുശേഷം എൻക്വയറീസ് നടത്തും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആൾക്കെതിരെയുള്ള എൻക്വയറീസ് നടത്തും. ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് ടു ബി കംപ്ലീറ്റഡ്. എൻക്വയറി എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ടാകും. വിത്തിൻ 1 വീക്കോ 1 മന്തോ എന്താണോ ആ സമയം വരെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, തീർക്കണം, എൻക്വയറി തീർക്കണം. ആ മിസ്കണ്ടക്ട് ആൾ ചെയ്തോ, എന്താണ് ചെയ്തത്, അതിന്റെ എവിഡൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആ തെളിവ് സഹിതം ആ ഡ്യൂറേഷനിൽ കൊടുത്തിരിക്കുന്ന അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ആൻഡ് ഇൻ കേസ് ഈ പറയുന്ന ടൈം ഡ്യൂറേഷനിൽ ആ ഒരു എൻക്വയറി ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ ദ സാലറി ഷുഡ് ബി ഗിവൺ അപ് ടു ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. ആ എൻക്വയറി തീർക്കാൻ എടുക്കുന്ന എക്സ്റ്റെൻഡഡ് ഓഫ് ടൈമിന് അത്രയും വരെയുള്ള സാലറി എന്ത് ചെയ്തോളണം, ആൾക്ക് കൊടുക്കണം. സസ്പെൻഡ് ഓക്കെ, പക്ഷെ അത് അന്വേഷിച്ച് കണ്ടെത്തി യാഥാർത്ഥ്യങ്ങളും എവിഡൻസുകളൊക്കെ എന്താ പറയാ കിട്ടിക്കഴിയുന്നത് വരെ ചിലപ്പോ എന്ത് ചെയ്യും, ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, സാലറി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. അപ്പൊ അത് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താ പറയാ ചിലപ്പോ സസ്പെൻഡ് ചെയ്യുമ്പോഴും അന്വേഷണങ്ങൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയായിട്ടില്ല, സമയം കൊടുത്തു, ആ സമയത്തിനുള്ളിൽ പൂർത്തിയായിട്ടില്ല എങ്കിൽ അതുവരെയുള്ള സമയം എത്ര ദിവസം കൊണ്ടാണോ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത് തീർക്കുന്നത് അതുവരെയുള്ള സാലറി ആൾക്ക് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ സിമ്പിൾ ആണ് കാര്യങ്ങളൊക്കെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇഫ് ദ എൻക്വയറി ഇസ് നോട്ട് ഫിനിഷ്ഡ് വിത്തിൻ എ ഗിവൺ ഡ്യൂറേഷൻ, ഇൻ ദാറ്റ് കേസ് ദ സാലറി ഷുഡ് ബി പെയ്ഡ് ടു ദ എംപ്ലോയി ഫോർ ദ ടൈം എക്സ്റ്റെൻഡഡ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഷുഡ് ഓൾസോ ബി കണ്ടക്ടഡ്. അതായത് എംപ്ലോയി ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയിയോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള മിസ്കണ്ടക്ട് ചെയ്തു എന്ന് അറിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി, ഒരു പേഴ്സണൽ എൻക്വയറി, അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ട് മാനേജ്മെന്റ് അത് ചെയ്യണം. എന്ന് വെച്ചാൽ ആരെയും അറിയിക്കാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, ആരെയും പുറത്തൊന്നും അറിയിക്കാതെ എന്ത് ചെയ്യുന്നു, വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു എൻക്വയറിയും നടത്തണം. കാരണം എംപ്ലോയി ആ പറഞ്ഞ ഗിൽറ്റ്, ആ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു ഡൊമസ്റ്റിക് എൻക്വയറി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി സാധാരണ അന്വേഷണം നടത്തും എംപ്ലോയി, അത് ഓക്കെ. അത് കൂടാതെ ഒരു എന്താ പറയുക, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു എൻക്വയറി കൂടി മാനേജ്മെന്റ് നടത്തുന്നതായിരിക്കണം. അതായത് ആ എംപ്ലോയി അത്രത്തോളം തെറ്റുകാരനാണോ അല്ലേന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ. ഇനി മാത്രമല്ല, ഇറ്റ് ഈസ് ടു അവോയ്ഡ് ദ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗിലെ ഒരു തെറ്റിദ്ധാരണ, ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാകാം. അങ്ങനെയൊക്കെ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാനൊക്കെ ഒരു പരിധിവരെ ആ ഒരു സീക്രട്ട് എൻക്വയറി ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ട്. മാനേജ്മെന്റും നമ്മളെ തെറ്റിദ്ധരിച്ചോ എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പോൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഈ പറഞ്ഞ എൻക്വയറി നടത്തുന്ന സമയത്ത് may find that the result of that inquiry may be that the employee is not has not made any misconduct, അല്ലെങ്കിൽ is innocent. ചിലപ്പോ ആ തെറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. എപ്പോഴും നെഗറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലെ? അപ്പൊ ചിലപ്പോ ആണെങ്കിൽ എന്താണ്, ഇയാൾ തെറ്റുകാരനല്ല, ഇന്നസെന്റ് ആണ്, ഇയാളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചിലപ്പോ പിന്നീട് മനസ്സിലാകാം. അപ്പൊ അത് മാനേജ്മെന്റും അങ്ങനെ തന്നെ നമ്മളെ വിശ്വസിച്ചു എന്ന് വിചാരിക്കൂലേ? നമ്മളെ തെറ്റിദ്ധരിച്ചു, മാനേജ്മെന്റ് പോലും നമ്മളെ തെറ്റിദ്ധരിച്ചു. ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, നേരിട്ടല്ലാതെ അവരൊന്നും അറിയാതെ, ആരും അറിയാതെ ഒരു കോൺഫിഡൻഷ്യൽ ഒരു എൻക്വയറി കൂടി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടത്തണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇനി മാത്രമല്ല, അങ്ങനെ ഒരു ഇത് നടത്തുന്ന സമയത്ത് എംപ്ലോയി ഹാവ് എ ചാൻസ് ടു അഡ്മിറ്റ് ഓർ എക്സ്പ്ലെയിൻ ഹിസ് റീസൺ. അങ്ങനെ ഒരു എന്തെങ്കിലും കണ്ടെത്തി അപ്പൊ മാനേജ്മെന്റ് സീക്രട്ട് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ വേറെ ആരോടുമല്ല, ചിലപ്പോൾ ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. മാത്രമല്ല, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, പൊതുവായി പബ്ലിക്കായിട്ട് ചിലപ്പോൾ തന്റെ തെറ്റ് സമ്മതിക്കാൻ എംപ്ലോയിയുടെ ആ ഒരു മനസ്സ് ചിലപ്പോൾ അനുവദിക്കില്ല. എല്ലാവരുടെ മുമ്പിലൊക്കെ വെച്ച് ഞാൻ തെറ്റുകാരനാണ്, അപ്പൊ അതിൻ്റെതായ രീതിയിൽ എന്നെ പറ്റുള്ളവര് കാണുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരില്ലേ? അങ്ങനെ ചിലപ്പോൾ അവരത് ഓപ്പണായിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയാൻ മടിക്കും. ഇങ്ങനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് ഇറ്റ് മേ ബി എ ചാൻസ് ഫോർ ദ എംപ്ലോയി ടു റിവീൽ ഓൾ ഹിസ് ഓർ ടു അഡ്മിറ്റ് ഹിസ് മിസ്റ്റേക്ക്. തന്റെ ആ ഒരു തെറ്റ് സമ്മതിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആൻഡ് ഓൾസോ
അത് ശരിയായ രീതിയിൽ കറക്റ്റ് വേ ഓഫ് ജഡ്ജ്മെന്റിൽ നമുക്ക് അവരെ ജഡ്ജ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ ആ വയലേറ്റർക്ക് ആരാണോ എന്താ പറയാ ഒബേ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ചാൻസ് കൂടി അവർക്ക് കിട്ടുകയാണ് തന്റെ ഭാഗം അല്ലെങ്കിൽ തന്റെ ആ ഭാഗം ഒന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിന്റെ ആ ഒരു കാര്യം ഇന്നത് കൊണ്ടാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ അന്നേരം കിട്ടുക കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അന്വേഷണത്തില്. ക്ലിയർ ആയോ? 6th പോയിന്റ്, കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി. ഓക്കെ, അപ്പൊ അതൊന്ന് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഡൊമസ്റ്റിക് എൻക്വയറി മസ്റ്റ് ബി confidentially done by the management to check whether the employee is guilty of his misconduct or not. അത് ഓക്കെ. പിന്നെ മാത്രമല്ല അവരുടെ ഭാഗം എന്താണെന്ന് കേൾക്കാതെയൊക്കെ നമ്മൾ വെറുതെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ശിക്ഷ തിരിച്ചു എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനോ അവരുടെ എന്താ പറയാ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനോ മാനേജ്മെന്റ് ഒന്ന് മെനക്കെടേണ്ടത് നല്ലതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. Then next one, a record of findings by enquiry officer. Whatever things have been found out by the investigating officer, it should be documented correctly for an evidence. എന്തൊക്കെ കാര്യങ്ങളാണോ ഈ അന്വേഷണമായിട്ട് പോകുമ്പോ കണ്ടെത്തുന്നത്? ഒരാൾ മിസ്കണ്ടക്ട് ചെയ്ത് ഞാനിവിടെ എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറി, അപ്പൊ ഞാൻ ചെയ്ത തെറ്റാണ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കോവർക്കേഴ്സിനോടായിരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക, അഭിപ്രായങ്ങള് അല്ലെ. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളിങ്ങനെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ വന്നിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടായിരിക്കാം ചോദിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വല്ല ഇപ്പൊക്കെ ആണെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലും ക്യാമറാസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ ക്യാമറാസിന്റെ ബ്ലൂ പ്രിന്റുകൾ അതൊക്കെ നോക്കിയിട്ട് അത് വെച്ചിട്ടായിരിക്കാം ഏതൊക്കെ എവിഡൻസിൽ നിന്നാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ ആള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി അല്ലെ. അതിന്റെ എവിഡൻസുകൾ അവിടെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഡിഫറെന്റ് സോഴ്സസ് വെൻ ദേ കളക്ട് ദ ഇൻഫോർമേഷൻസ്, ഇത്തരം ഡാറ്റയൊക്കെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം. അത് സൂക്ഷിച്ചു വെക്കണം. ഫയൽ ചെയ്തോ അല്ലെങ്കിൽ പിക്സ് ഒക്കെ ആണെങ്കിൽ, അതായത് ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ പ്രിന്റുകളോ ഒക്കെ എടുത്ത് കോപ്പി ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. കാരണം എന്താ? ഇത് എൻക്വയറി ഓഫീസർക്ക് ഇത് അവർക്ക് പിന്നീട് അവർക്കൊരു എവിഡൻസ് ആണ്. കാരണം പിന്നീട് ആള് പറയാണ് ആള് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെ. എവിഡൻസ് ഒന്നും ഇല്ലാതെ എന്താ പറയാ ആളെ നമുക്ക് ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഫാക്ട്സ് ആണോ എന്ത് തന്നെയായാലും അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് വേണം. അത് ആ രീതിയിൽ എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എൻക്വയറിംഗ് ഓഫീസർ ഷുഡ് ക്ലിയർലി മെൻഷൻ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു ചാർജ് വന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ഇത് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഇത് തെളിയിച്ച കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിൽ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയോ? റെക്കോർഡ് ചെയ്യണം എന്നാണ്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ നമ്മളെ ആ സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ബിഫോർ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി ആക്ഷൻ, എൻക്വയറി ഓഫീസർ submits his findings to the management, and then only the management takes the steps against any indiscipline. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പണിഷ്മെന്റുകളോ മറ്റൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് മാനേജ്മെന്റ് എൻക്വയറി ഓഫീസറിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അതൊക്കെ റെക്കോർഡൊക്കെ നോക്കി മനസ്സിലാക്കി കണ്ടെത്തുക. ഓക്കെ, ആ ഫൈൻഡിങ്സ് എവിടെന്നാ കിട്ടുന്നത്? ഗിവൺ ബൈ ദ കോവർക്കേഴ്സ്, മറ്റ് സഹപ്രവർത്തകര്. എവിഡൻസ് കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തിയ എവിഡൻസുകൾ. ചാർജസ് മെയ്ഡ്, ആൾക്കെതിരെ നടത്തിയ ചാർജസ് എന്താണ്. പിന്നെ എക്സ്പ്ലനേഷൻസ്, ആൾക്ക് പറയാനുള്ള എന്താ പറയാ എക്സ്പ്ലനേഷൻ. എന്നോടാണെങ്കിൽ എനിക്ക് പറയാനുള്ള വിശദീകരണങ്ങൾ. പിന്നെ മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാകും. ഞാൻ എനിക്ക് ഇന്നതാണ് മനസ്സിലാക്കിയത്, ആളെ ചോദ്യം ചെയ്തപ്പോ അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും കിട്ടിയ ഇൻഫോർമേഷൻസ് അനുസരിച്ച് എനിക്ക് വന്ന ബോധ്യം ഇതാണ്, എന്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒപ്പീനിയനും പിന്നെ അതിനകത്തുള്ള ട്രൂ ഫാക്ട്സും അതുപോലെ തന്നെ ഫോൾസ് ഫാക്ട്സും. ഇതൊക്കെ തെറ്റായ കാര്യങ്ങൾ, ഇതൊക്കെ സത്യസന്ധമാണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾക്ക് വേർതിരിച്ച് എല്ലാ ഇൻഫോർമേഷൻസും ഇതെല്ലാം ആളുടെ ഫൈൻഡിങ്സ് ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ?
ഓക്കെ, നെക്സ്റ്റ് വൺ അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കണ്ടെത്തി എക്സ്പ്ലനേഷൻസും ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും ആളുടെ സത്യസന്ധതയോ അല്ലെങ്കിൽ തെറ്റോ കണ്ടുപിടിച്ചു, അതിന്റെ തെളിവുകളോ ഒക്കെ നിരത്തി ഇനി അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇനി ആൾക്കുള്ള പണിഷ്മെന്റ് ആണ്. സോ അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ്, before providing the punishment, previous history of the employee is also taken into consideration. ആ എംപ്ലോയിയുടെ ഇപ്പൊ ഏത് എംപ്ലോയിയുടെ ആണോ മിസ്കണ്ടക്റ്റിന് പിടിക്കപ്പെട്ടത്, ആളെ കുറിച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് ആൾ ചെയ്തത് തെറ്റ് എന്ന് കണ്ടെത്തി, ആൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു റൂൾസ് നമ്മുടെ ഓർഗനൈസേഷന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾ ബിഹേവ് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തി. പക്ഷെ കണ്ടെത്തി ഉടനെ തന്നെ എന്താ പറയാ ആ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നില്ല. വീണ്ടും ഒരു ചാൻസ് കൂടിയാണ്. എന്ത് ചെയ്യുന്നു? അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് നോക്കുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ് അല്ലെ. അതുവരെയും വളരെ മാന്യമായിട്ട് മനോഹരമായിട്ട് ഓർഗനൈസേഷന്റെ തന്റെ ജോബ്, തന്റെ ടാസ്കുകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നു, പങ്ക്ച്വലായിട്ടും പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴും ഒക്കെ ഓക്കെയായിരുന്നു ഇതുവരെ. ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് അല്ലെ, നമ്മൾ പറയില്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് ഇന്ന് സമൂഹം അത് കാണുള്ളൂ അല്ലെ. ഒത്തിരി നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു തിന്മ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തിന്മ ഹൈലൈറ്റ് ചെയ്യുള്ളൂ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആണോ? യെസ്, അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് കാണാവുന്നതാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ നമ്മളുടെ എന്തെങ്കിലും രീതിയിൽ ചില മോശം സമയത്ത് നമുക്ക് വന്നുപോയ തെറ്റായിരിക്കാം. ചിലപ്പോ നമ്മളുടെ നിർഭാഗ്യം കൊണ്ടോ നമ്മുടെ എല്ലാ മനുഷ്യർക്കും കൊണ്ടോ ചെറിയ എന്തെങ്കിലും ഒരു മോശം സമയം, ആ സമയത്തോ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലോ നമ്മൾ ചെയ്തു പോയ തെറ്റായിരിക്കാം. ആ ഒരു നിമിഷത്തേക്ക് മാത്രം ആ ഒരു തെറ്റായിരിക്കും എന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത അത്രയും നാൾ ചെയ്ത എത്ര നല്ല കാര്യങ്ങളായിരുന്നു, എത്ര മനോഹരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും അല്ലെ. അങ്ങനെ ഇനി ഓർഗനൈസേഷനിലും ആയിക്കോട്ടെ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോ ആ ഒരു എംപ്ലോയിനെ കുറിച്ച് ആളെ മുദ്ര കുത്തി വലിയ തെറ്റുകാരനായി ഒക്കെ ചെയ്യുമ്പോഴും ഒരു ചാൻസ് കൂടി അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് നോക്കുക. എങ്ങനെയായിരുന്നു അവരുടെ മുൻകാലങ്ങളിലുള്ള ഇവിടെ ഓർഗനൈസേഷനിലുള്ളവരുടെ പെരുമാറ്റം, മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക, അതുപോലെ അതിന്റെ എൻക്വയറീസ് നടത്തുക. അങ്ങനെ എന്നിട്ടാണ് they have to decide the degree of punishment. ആ മാനേജ്മെന്റ് എന്ത് ചെയ്യേണ്ടത്? ആൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, ഏത് ലെവൽ ഓഫ് ശിക്ഷ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്, ആ ശിക്ഷയുടെ ആ ഒരു ഡിഗ്രി, എന്താ പറയാ ആ ഒരു ഗൗരവം, അത്രയ്ക്ക് ഗൗരവമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇതിനു വേണ്ടിയിട്ടാ അത് അവരുടെ ഏത് പവറിലുള്ള എന്താ പറയാ ശക്തമായ പണിഷ്മെന്റ് ആണ് ആൾക്ക് കൊടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്ത തെറ്റിന്. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഒരു മിസ്കണ്ടക്ട് നോക്കുമ്പോ ഇനിയും മുൻ സമയങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്, ചിലപ്പോ അബദ്ധവശാൽ പറ്റിയതായിരിക്കാം. അപ്പൊ അതൊരു ചാൻസ് ആണ്. ആള് ഡെലിബറേറ്റ്ലി എന്താ പറയാ നമ്മള് മനഃപൂർവ്വം ചെയ്തതാവണമെന്ന് നിർബന്ധമില്ല, അതങ്ങനെ പറ്റിപ്പോയി ഏതോ ഒരു നിമിഷത്തില്. മനസ്സിലായി? അപ്പൊ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ ആള് ഭയങ്കര പെർഫെക്റ്റ് ആണ്, നല്ല ജോലികൾ ചെയ്തിട്ടുണ്ട്, വളരെ എന്താ പറയാ സാക്രിഫൈസ്ഡ് ആയിട്ട്, വളരെ എന്താ പറയാ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ചിട്ടോ, എന്താ പറയാ ഓർഗനൈസേഷന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് അല്ലെ. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന പേഴ്സണലിയും അതുപോലെ തന്നെ മറ്റു രീതിയിൽ നമ്മള് ആളുമായിട്ട് നല്ല ഒരു ബന്ധമൊക്കെ ഉള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ട് what happened to him or her, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പൊ ആ ഹിസ്റ്ററി ഒന്ന് നോക്കിയിട്ട് ആ പണിഷ്മെന്റിന്റെ ഡിഗ്രി അതനുസരിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത്തരം അപ്പൊ അവരുടെ എക്സ്പ്ലനേഷൻസും അവരുടെ ഫൈൻഡിങ്സും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയിയുടെ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് നേരിട്ട് അങ്ങോട്ട് മിസ്കണ്ടക്ട് കണ്ടു, ശരി ഓക്കെ, വേഗം തന്നെ ശിക്ഷ അങ്ങോട്ട് നടപ്പാക്കിക്കോ. ചില രാജ്യങ്ങളിൽ നമുക്കറിയാം ശിക്ഷാ നടപടികൾ വളരെ ക്രൂരമാണ്. പക്ഷെ തെറ്റ് ചെയ്തവൻ തെറ്റുകാരൻ തന്നെയാണ് അല്ലെ. ആ രീതിയിലുള്ള നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും അല്ലെ, പുറത്തെ രാജ്യങ്ങളിലുള്ള പോലെയുള്ള പണിഷ്മെന്റ് രീതികളൊക്കെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടും ഒരുപാട് നന്നായി പോയാൽ ഇത്തരം ഒത്തിരി ഈ എന്താ പറയാ കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാ കേൾക്കുന്നത് അല്ലെ. നമ്മള് മനുഷ്യന്മാര് കേൾക്കാൻ ജീവിതത്തിൽ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ? ഇതുപോലുള്ള ശിക്ഷാ നടപടികള് നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്.
അല്ലെ? ഓർഗനൈസേഷൻസിൽ പക്ഷെ അങ്ങനെയാണ്. ഇതുപോലെ എംപ്ലോയീസിന്റെ നേരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ്, അത് അവരുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുന്നു, അവരെ കുറിച്ചുള്ള എവിഡൻസുകൾ തയ്യാറാക്കുന്നു, അതിന്റെ കണ്ടെത്തലുകൾ, പിന്നെ എംപ്ലോയീസിന്റെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒന്നും അല്ല കേട്ടോ, ആ ഓർഗനൈസേഷനിൽ അവരുടെ ഹിസ്റ്ററിയാണ്. ഇവിടെ ഞാൻ ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആ ഹിസ്റ്ററി ആണ് എടുക്കുന്നത്, അല്ലാണ്ട് അവരുടെ ലൈഫ് ഹിസ്റ്ററി ഒന്നും എടുത്തിട്ടല്ല. ഓക്കെ, ക്ലിയർ ആയോ? അവോയ്ഡിങ് ഓഫ് പണിഷ്മെന്റ്. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. After viewing the previous history of the employee and the results of the investigation and inquiries against the employee, the management decides the degree of punishment for that employee. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. And the last one is communication of punishment. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും തീർന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ തുടങ്ങി. ഡിസിപ്ലിനറി ആക്ഷന്റെ ഏറ്റവും ആദ്യത്തെ നടപടിയാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഒരു കണ്ടെത്തലുകൾ, കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയി കണ്ടെത്തണം. ആ ഒരു ആള് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കണ്ടെത്തുക. എന്ത് തെറ്റാണ് ചെയ്തത്, തെറ്റിന്റെ തീവ്രത, കാഠിന്യം, ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവിടെ നിന്നാണ് തുടങ്ങിയത്. ആൻഡ് അത് വന്നു നിൽക്കുന്നത് എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ നടപടി സ്വീകരിച്ചു, ഇന്ന പണിഷ്മെന്റ് കൊടുക്കണം എംപ്ലോയിക്ക്. ആളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ആൾ ചെയ്ത തെറ്റും ആളുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ് ഇന്ന പണിഷ്മെന്റ് ആണ് ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സോ ദ ഡിസിഷൻ ഈസ് അപ്പോൺ ദ മാനേജ്മെന്റ് വെദർ ഹൗ ടു ബി പണിഷ്ഡ് ആൻഡ് വാട്ട് ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ടു ദ കൾപ്രിറ്റ്. ആ തെറ്റുകാരന്, കുറ്റവാളിക്ക്, എംപ്ലോയി എന്നുള്ള പേര് മാറ്റി അവിടെ കൾപ്രിറ്റ് എന്നാക്കി. കാരണം എന്താ? അഗെയിൻസ്റ്റ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ എംപ്ലോയി പെരുമാറിയത്. അപ്പൊ അവിടെ എംപ്ലോയിയുടെ പേര് മാറി കൾപ്രിറ്റ് ആയി, കുറ്റക്കാരൻ, കുറ്റവാളിയാണ്. അപ്പൊ കുറ്റക്കാരന് എതിരെ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി കൺവേഡ് ടു ഹിം ഓർ ഹർ. ആളോട് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം എംപ്ലോയിയോട്. നിനക്കുള്ള ശിക്ഷ ഇതാണ് എന്ന്. അങ്ങനെ ആ ശിക്ഷാ നടപടികൾ ഇന്നതാണെന്നൊക്കെ വിശദീകരിക്കുന്ന ആളാരാണോ, ദ കറസ്പോണ്ടൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പണിഷ്മെന്റിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആളാരാണോ അവര് കൃത്യമായി ഇന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയി. നിനക്കെതിരെ ചാർജ് ഷീറ്റ് തന്നത് ഇന്നതാണ് കാരണം. ആ റീസൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന കാരണത്തിനാണ് നിനക്ക് ആ ഒരു ചാർജ് ഷീറ്റ് തന്നത്. പിന്നെ റീസൺസ് ആൻഡ് മെത്തേഡ് ഓഫ് എൻക്വയറി. അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ എൻക്വയറീസ് ഒക്കെ നടത്തി. അതിന്റെ കാരണം കൊണ്ടാണ് ഇന്ന തെറ്റ് നിങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അതിന്റെ എൻക്വയറിയുടെ രീതി ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അന്വേഷിച്ചത്. ചിലപ്പോൾ സഹപ്രവർത്തകരോട് ചോദിച്ചിട്ടെന്നായിരിക്കാം അന്വേഷണം നടത്തിയത്. അല്ലെങ്കിൽ മറ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അതിന്റെ എന്താ പറയാ CCTV ക്യാമറയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഏത് മെത്തേഡാണോ സ്വീകരിച്ച എൻക്വയറിക്ക് വേണ്ടി അതും ആളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതായത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നടത്തിയ അന്വേഷണത്തിന്റെ റിസൾട്ട് അതും പറഞ്ഞേക്കണം. ഇന്ന റിസൾട്ട് ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടെത്തിയത്, ഇന്ന തെറ്റുകൾ കണ്ടെത്താനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പറയണം. പിന്നെ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ഷൻസ് ടു ബി ടേക്കൺ ഓർ നോട്ട്, അതായത് ശിക്ഷ കൊടുക്കണം വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയിക്കണം. പിന്നെ ഏത് തരത്തിലുള്ള പണിഷ്മെന്റ്, കൈൻഡ് ഓഫ് പണിഷ്മെന്റ്, ഇന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ആ പണിഷ്മെന്റിന്റെ കറസ്പോണ്ടന്റ് പറഞ്ഞിരിക്കണം. ഡേറ്റ് ഫ്രം വിച്ച് ദ പണിഷ്മെന്റ് വിൽ ബി ആപ്ലിക്കബിൾ, എന്ന് മുതലാണ് നിന്റെ പണിഷ്മെന്റിന്റെ ആ ഒരു കാലാവധി തുടങ്ങുന്നത്. ആ ഒരു ഡേറ്റ് ഇന്ന ദിവസം മുതലാണ് നിനക്ക് പണിഷ്മെന്റ്. ഓർഗനൈസേഷനിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ചെറിയ കുഞ്ഞു തെറ്റ്, ഇപ്പൊ ലേറ്റ് ആയിട്ട് വരിക, നമ്മൾ വായിച്ചല്ലോ എന്തൊക്കെയാണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറെ കണ്ടു. അതിലൊന്നായിരുന്നു ഫ്രീക്വന്റ് ആയിട്ട് ലേറ്റ് ആയിട്ട് വരുന്നത് എംപ്ലോയീസ്, ഇല്ലേ? പറഞ്ഞില്ലേ? ഫ്രീക്വന്റ് ലേറ്റ് കമേഴ്സ് അല്ലെ? ഇടയ്ക്ക് മിക്കവാറും വൈകി വരുന്ന ആൾക്കാര്. അപ്പൊ അതൊക്കെ നമുക്കറിയാം, അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അതിനൊക്കെ മിക്കപ്പോഴും എന്ത് ചെയ്യും? വാണിങ്ങും ചിത്രവാച്ചിലും ഒക്കെ ആയിരിക്കും. എല്ലാ ദിവസം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ മാനേജ്മെന്റ് ക്ഷമിക്കും. പിന്നെ ആവുമ്പോ കുറച്ചുകൂടി ഹാർഡ് വേർഡ്സ് ഒക്കെ ചിലപ്പോൾ അവർ ഉപയോഗിച്ചത് വരും. ഹാർഷായിട്ട് ചിലപ്പോൾ അവരുടെ സൗണ്ടൊക്കെ കുറച്ച് ഉയർന്നു എന്നൊക്കെ വരും. പക്ഷെ അതെല്ലാം കുറച്ചുകൂടി വലിയ ഗൗരവമേറിയ തെറ്റുകളൊക്കെ ആകുമ്പോൾ സസ്പെൻഡ് ചെയ്യും. ഒരാഴ്ചത്തേക്ക്, 1 മാസത്തേക്കൊക്കെ അങ്ങനെ സസ്പെൻഷൻ. അത് എന്നാണ്, ആ ഡേറ്റ് എന്ന് മുതലാണ് സസ്പെൻഷൻ തുടങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് ഈസ് വെരി നെസസറി.
എന്ത് തീരുമാനം മാനേജ്മെന്റ് എടുത്താലും പണിഷ്മെന്റ് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ ആ എംപ്ലോയിയെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്തിരിക്കണം. അത് മാത്രമല്ല ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് അറിയിച്ചിരിക്കണം. ആ അറിയിക്കുന്ന ആള് ഇന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരിക്കണം. ആ പോയിന്റുകളാണ് 6 പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ 6 പോയിന്റ്? കറസ്പോണ്ടൻസ് ഓഫ് ദ പണിഷ്മെന്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ. എന്തൊക്കെയാണ് പണിഷ്മെന്റ് പറയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുകളുടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നാണ് ആ പോയിന്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡിസിപ്ലിനറി ആക്ഷന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ സ്റ്റെപ്സ് ആയിരുന്നു ഡിസിപ്ലിനറി ആക്ഷനിലുള്ളത്? ഒന്നാമത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അടുത്തത് ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്യുന്നു, പിന്നെ കൺസിഡറേഷൻ ഫോർ എക്സ്പ്ലനേഷൻ. ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഉള്ള ഒരു അവസരം എംപ്ലോയിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് നോട്ടീസ് ഓഫ് എൻക്വയറി, ഒരു എൻക്വയറി നോട്ടീസ് കൊടുക്കണം, ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ളതാണ്. പിന്നെ സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ, നമുക്കൊരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക എൻക്വയറിക്ക് വേണ്ടി പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ടായിരിക്കും. അതിനപ്പുറമുള്ള സമയം നമ്മൾ ഉപയോഗിച്ചാൽ അതുവരെയുള്ള സാലറി ആൾക്ക് കൊടുക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൊമസ്റ്റിക് ഒരു എൻക്വയറി, മാനേജ്മെന്റ് എന്താ പറയാ എംപ്ലോയീസുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഡൊമസ്റ്റിക് എൻക്വയറി മാനേജ്മെന്റ് നടത്തുന്നത് നല്ലതാണ്. പിന്നെ ഫൈൻഡിങ്സ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അതൊക്കെ റെക്കോർഡ്സ് ആയിട്ട് സൂക്ഷിക്കണം ഫോർ ദ പർപ്പസ് ഓഫ് എവിഡൻസിന് വേണ്ടി, തെളിവിന് വേണ്ടി. പിന്നെ അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് അവാർഡ് ചെയ്യുക. അതിനുശേഷം ആ പണിഷ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. പ്രൊസീജിയറിനകത്തുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഡിസിപ്ലിനറി പ്രൊസീജിയറിനെ ആ പ്രൊസീജിയേഴ്സ് എടുക്കുമ്പോൾ ഉള്ള ചില പ്രത്യേക നിയമങ്ങൾ, ഗൈഡ് ലൈൻസ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങളാണ്, ഗൈഡ് ലൈൻസ് ആണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. എന്താണ് പ്രോംപ്റ്റ് ആക്ഷൻ? പെട്ടെന്നുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏത് കൈൻഡ് ഓഫ് വയലേഷൻ ആണ്, മിസ്കണ്ടക്ട് ആണോ മെയ്ഡ് ബൈ ദ എംപ്ലോയി റിഗാർഡിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടൈംലി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. അതായത് ആ എംപ്ലോയിക്ക്, ഒരു എംപ്ലോയി എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നു, മിസ്കണ്ടക്ട് കാണിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ടൈംലി സമയത്തിനാണ് എന്ത് ചെയ്യുന്നത്, അതിനെതിരെ നടപടികൾ എടുക്കേണ്ടത്. അതായത് കുറെ ദിവസം കഴിഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള വയലേഷൻ ആയാലും, റൂൾസ് ആൻഡ് റെഗുലേഷൻ തെറ്റിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പെട്ടെന്നുള്ള സമയോചിതമായതാണ് ടൈംലി ആക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളം അതല്ലേ, സമയോചിതമായ ഒരു നടപടി ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. കുറെ കഴിഞ്ഞിട്ടല്ലാണ്. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ എൻക്വയറീസ് നടത്തണം. ചിലപ്പോ ആ എൻക്വയറീസ് ഒക്കെ നടത്തി പെനാൽറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഇമ്പോസ് ചെയ്യുന്ന ചില പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ മലയാളത്തില്, പെനാൽറ്റി പിഴ അല്ലെ, പിഴ ചുമത്തേണ്ട ചില ശിക്ഷ ആണെങ്കിൽ അങ്ങനെ എന്താണോ അതനുസരിച്ച് ആളുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് പ്രോംപ്റ്റ് ആക്ഷൻ എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? In order to avoid any kind of violations which is to be done by other employees thereafter. അത് പിന്നീട് ഏതെങ്കിലും തരത്തില് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ മുതിരാൻ പോകുന്ന എംപ്ലോയീസിന് ഒരു വാണിംഗ് ആണ്, അല്ലെ? കണ്ടോ, ആൾക്ക് അന്നത് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതാണ്. അപ്പൊ ബാക്കി ആരെങ്കിലും ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രോംപ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഗൈഡ് ലൈൻസില് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. സെക്കൻഡ് വൺ, അപ്പൊ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ്, ഇഫ് there is any kind of misconduct or violation, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണ്ട. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്, എംപ്ലോയി വരെ. ഓക്കെ. രണ്ടാമത്തേത് എന്താണ്? പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇഫ് അതായത് ഇപ്പൊ എനി എംപ്ലോയി ഹാസ് മെയ്ഡ് എനി മിസ്കണ്ടക്ട്, എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും എംപ്ലോയീസ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി സം റിട്ടൺ എവിഡൻസ് അഗെയിൻസ്റ്റ് ദ മിസ്കണ്ടക്ട് ഓഫ് ദ എംപ്ലോയി. ആ എംപ്ലോയിയുടെ നേർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കൃത്യമായ ഒരു റിട്ടൺ എവിഡൻസ് ഉണ്ടായിരിക്കണം. ഇന്ന കാരണം കൊണ്ടാണ് ആള് ഇന്ന ഒരു മിസ്കണ്ടക്ട് ചെയ്തിട്ട് അത് എഴുതി തയ്യാറാക്കി ഡോക്യുമെന്റ് വെച്ചോളാം. അത് കാരണം എന്താ, എഴുതി തയ്യാറാക്കി ഇതിനകത്ത് എന്താ പറയാ വിലയുള്ളൂ, മൂല്യമുള്ളൂ.
നമ്മൾ വെറുതെ വാഗുണ്ട് ആളെ ഇന്ന കുറ്റം ചെയ്തിട്ടോ തെറ്റ് ചെയ്തിട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഇയാളുടെ ചാർജ് ഷീറ്റ് കൊടുത്തേക്കണം എന്നൊക്കെ നമ്മൾ അങ്ങനെ റീസൺസ് വെറുതെ വാഗുണ്ട് നിരത്തിയിട്ടൊന്നും കാര്യമില്ല. പ്രോപ്പർ എവിഡൻസ് വേണം. അതിന് റിട്ടൺ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. അല്ലെങ്കിൽ there may occur some negative consequences. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പല പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോ അയാള് ചിലപ്പോ എന്ത് ചെയ്യും, ചില ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലേ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ അതിനെതിരെ പെട്ടെന്ന് പ്രതികരിക്കും. ആ പ്രതികരണം ചിലപ്പോ വേറെ രീതിയിൽ ശാരീരികമായ ഏറ്റുമുട്ടലാകാം. അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ ഇത്തരം എവിഡൻസുകളൊക്കെ സഹായിക്കും. സോ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഷുഡ് ബി ഫോർ ദ മിസ്കണ്ടക്ട് ആസ് ആൻ എവിഡൻസ്. എവിഡൻസിന് വേണ്ടി, തെളിവിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. സോ മനസ്സിലായോ പോയിന്റ്? ക്ലിയർ അല്ലേ? ആ ഫസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടാ. In case any negative consequences arises after taking disciplinary action എടുത്തു കഴിയുമ്പോ എംപ്ലോയീസ് ചാടി കയറാണ്, എന്റെ നേരെ എനിക്കെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാണ്. അപ്പൊ ഞാനൊരു ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെങ്കിൽ മുന്നും പിന്നും നോക്കാണ്ട് ചിലപ്പോ വെറുതെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ട് ചിലപ്പോൾ തർക്കമായി വല്ല എന്താ പറയുക ഏറ്റുകൂട്ടലൊക്കെ നടത്തി വലിയ ഇഞ്ചുറി ഒക്കെ വരാൻ, അങ്ങനത്തെ നെഗറ്റീവ് കോൺസിക്വൻസസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ ഇത്തരം തെളിവുണ്ടെങ്കിൽ പിന്നെ അവർ ഏറ്റുകൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. പിന്നെയോ ഈ സൂപ്പർവൈസിങ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് എന്ത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇങ്ങനെ ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൊടുക്കണം. എന്ന് വെച്ചാൽ എംപ്ലോയീസിനൊക്കെ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ജോലി, അവർ ചെയ്യുന്ന ജോലികള്, അവര് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങള്, ടൈമിങ് അല്ലെ, വെറുതെ അവരുടെ വർത്താനം പറഞ്ഞിരിക്കുകയാണോ നിൽക്കുകയാണോ അതൊക്കെ നോക്കുക. ഇതൊക്കെ സൂപ്പർവൈസേഴ്സിന്റെ ജോലിയാണ്. പക്ഷെ എന്തല്ലോ മിക്ക ഓർഗനൈസേഷനിലും ഒരു പോരായ്മയാണ്, വെൽ ട്രെയിൻഡ് അല്ലെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാതിരിക്കുക. അവരവരുടെ ഒരു വെറുതെ കാലത്ത് ഒന്ന് വെറുതെ ഒക്കെ നോക്കി ഓക്കെ ഇനി വല്ലോടത്തും പോയിരുന്ന് അവരവരുടെ കാര്യം ചെയ്തു, വല്ല എന്താ പറയുക മൊബൈലിൽ തോന്നുക അല്ലെങ്കിൽ വല്ല സംസാരിച്ചിരിക്കുക, ഓക്കെ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളിൽ പേഴ്സണൽ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുക, കുറച്ച് ഇതായിട്ട് പെരുമാറുക. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയുക ട്രെയിനിങ്ങിന്റെ കുറവ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിന്റെ കുറവുകളൊക്കെ എവിടെ റിഫ്ലക്ട് ചെയ്യും, എംപ്ലോയീസിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മളെ നിരീക്ഷിക്കാൻ ആളില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്ന ജോലിയിൽ ഉഴപ്പ് വരില്ല. ദിവസം വന്നിട്ട് ഇതന്നെയല്ലേ ചെയ്യണേ. അപ്പൊ എന്ത് പറ്റും, ഒരു ചെറിയൊരു ലേസിനെസ് ഫീൽ ചെയ്യും അല്ലെ, നമുക്ക് മടി തോന്നും. കാരണം എന്നും ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കൊരു മടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എവറി ടൈം വെൻ ദേ ആർ അലേർട്ട് ഓഫ് ദ സൂപ്പർവിഷൻ, എന്നാൽ ഓരോ സമയവും അവരിങ്ങനെ അലേർട്ടാണ്. എന്ത് അയ്യോ വരുമോ, ആരെങ്കിലും നോക്കാൻ അന്വേഷിക്കാൻ വരുമോ എന്നുള്ള ആ ഒരു അലേർട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന മടിയൊക്കെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അപ്പൊ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ അച്ചടക്ക മര്യാദകളൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് നിർബന്ധമാണ്. സൂപ്പർവൈസേഴ്സ് ഷുഡ് ഓൾസോ ക്ലിയർ, അതായത് അവരെപ്പോഴും എങ്ങനെയാണ് ഡിസിപ്ലിൻ പോളിസി എംപ്ലോയീസ് ഉപയോഗിക്കേണ്ടത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കണം. അറിയാൻ പാടില്ലാത്ത എംപ്ലോയീസ് ഉണ്ടാവും ചിലപ്പോ ഡിസിപ്ലിനെ കുറിച്ചിട്ട്. എന്ന് വെച്ചാൽ എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റണത്, ചെയ്യാൻ പാടില്ലാത്ത എന്താന്ന് അറിയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവർക്ക് വ്യക്തമായിട്ട് ആ പോളിസീസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സോ അത് എന്ത് ചെയ്യും, അവരെ അത് ഫോളോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാം. ഇനി അബ്രപ്റ്റ് ആക്ഷൻ ഷുഡ് ബി അവോയ്ഡഡ്. മാത്രമല്ല എടുത്തു ചാടിയൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ എംപ്ലോയീസിന്റെ നേരെയൊക്കെ തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ആളുകളിൽ ഭയങ്കരമായിട്ട് ചിലപ്പോ അവരെ എന്താ പറയാ ഇങ്ങനെ ഇതാക്കുന്നതിന് എന്താ പറയാ അവരെ പറയാ നമ്മളിപ്പോ ദേഷ്യം പിടിപ്പിക്കുന്നതിനൊക്കെ നയിക്കും എംപ്ലോയീസിനെ. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും എംപ്ലോയീസിന്റെ നേരെ എടുക്കാൻ പാടില്ല. ഇപ്പൊ ആരെങ്കിലും അച്ചടക്കത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ ഇവര് നേരിട്ട് വേഗം പോയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാറില്ല. എടുത്തു ചാണ്ടമുള്ള ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. പക്ഷെ മാന്യമായ രീതിയിലും മിതമായ രീതിയിലും ഒക്കെ അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിന് എങ്ങനെ വേണം, അപ്പൊ എല്ലാവർക്കും അത് പറ്റില്ല. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ക്ഷമയും കാര്യമൊക്കെ ആവശ്യമുള്ള എന്താണ് കാര്യമാണ് ഈ പറയുന്ന ജോലി എന്ന് പറയുന്നത്. എംപ്ലോയീസിനൊക്കെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ഷമയും കാര്യക്ഷമതയും ഒക്കെ അത്യാവശ്യമാണ്. സോ അങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ദർ, അവർ വേണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ?
മനസ്സിലായോ? ഇനി അവിടുത്തെ ഡിസിപ്ലിൻ പോളിസി അവരും അറിഞ്ഞിരിക്കണം കേട്ടാ. അപ്പൊ ഇവിടുത്തെ ഡിസിപ്ലിൻ എന്താണെന്ന് ഞാൻ അറിയാണ്ട് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ ഡിസിപ്ലിനിലാണോ എന്ന് അറിയണേ, അതും അറിയണം. എന്റെ ഉത്തരവാദിത്തം. അതായത് ഇവിടെ ഇതൊക്കെയാണ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ആൾക്ക് തന്നെ അറിയണം, സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കറിയണം. എന്നാലേ മറ്റുള്ളവർ ആ ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ഓഫീസേഴ്സ് should be given the responsibility of maintaining discipline in the organization. അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്തത് എന്താണ്? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫെയർ എന്ന് പറഞ്ഞാല് ഫെയർ ആയിട്ട് ഈക്വൽ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫെയർ ആൻഡ് ജസ്റ്റിസ്, ന്യായമായിരിക്കണം അല്ലെ? അന്യായം പ്രവർത്തിക്കാൻ പാടില്ല. അത് തന്നെ, തുല്യം, ഈക്വൽ ആൻഡ് ഫെയർ. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ. Whether the violation is big or small or committed by a low level employee or high level employee, the punishment should be given at least one chance to clear their viewpoint. അതായത് ഇപ്പോ ഏത് തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ തെറ്റിച്ചാലും എന്ന് വെച്ചാൽ വയലേറ്റ് ചെയ്താലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ലോ ലെവൽ എംപ്ലോയി ആണ് ആ തെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹയർ ലെവൽ എംപ്ലോയി ആണ്, ആരായിക്കോട്ടെ, ആര് തന്നെയായാലും എല്ലാവരെയും ഒരുപോലെ അവരുടെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, ഈക്വൽ ആയിട്ട്. ബിക്കോസ് എങ്ങനെയാണ് ഒരുപോലെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷുഡ് ബി ഗിവൺ അറ്റ്ലീസ്റ്റ് വൺ ചാൻസ്. ഒരു സന്ദർഭം കൊടുക്കണം, ഒരു സമയം കൊടുക്കണം അവർക്ക് അവരുടെ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള സമയം. അല്ലാണ്ട് ലോ ലെവലിലുള്ള എംപ്ലോയീസിന് അവരുടെ കാര്യങ്ങൾ സമർത്ഥിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല. ഹയർ ലെവലിലെ എംപ്ലോയീസ് അതേ തെറ്റ് ചെയ്തപ്പോ അവരുടെ ഭാഗം അവർക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് കേൾക്കാൻ സമയം കൊടുക്കുന്നു. അങ്ങനെ പാടില്ല, അങ്ങനെ ഈക്വൽ ആവാൻ പാടില്ല. ജസ്റ്റിസിന് എതിരെ, ന്യായ നീതിക്ക് എതിരെ വരാൻ പാടില്ല. ഫെയർ ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം, എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. ചെറുതും വലുതുമായ ഏത് തെറ്റുകൾ ചെയ്താലും, അത് ലോ ലെവൽ എംപ്ലോയി ചെയ്താലും ഹയർ ലെവൽ എംപ്ലോയി ചെയ്താലും ആര് ചെയ്താലും അവരുടെ പോയിന്റ് എന്താണെന്ന് കേൾക്കാൻ ഒരു അറ്റ്ലീസ്റ്റ് വൺ ചാൻസ്, ഒരു ചാൻസ് എങ്കിലും എല്ലാവർക്കും കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? യെസ്. അപ്പോ അതും ആദ്യത്തെ സെന്റൻസ്. അതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ ഒറ്റയടിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ്, ഒറ്റ സെന്റൻസ് മാത്രമേ നമുക്ക് നോക്കിയാൽ മതി തൽക്കാലം. ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യൽ അല്ലാതെ, പാർഷ്യാലിറ്റി ഇല്ലാതെ. എന്താ പാർഷ്യാലിറ്റി? പക്ഷപാതം അല്ലെ? പക്ഷപാതം എന്ന് പറയാറില്ലേ നമ്മള്? അവരോട് എന്താ അത്ര പക്ഷപാതം? അതന്നെ പക്ഷപാതം. യെസ്, അത് തന്നെ. ഓക്കെ, അടുത്ത എന്താ? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ആസ് പ്രൈവറ്റ്, ഇൻ പ്രൈവറ്റ്. സ്വകാര്യമായിട്ടായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ സ്വകാര്യമായിട്ട് എന്ന് പറയുമ്പോൾ എന്താ? അതെ, ഈ എംപ്ലോയിക്കെതിരെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്കണ്ടക്ട് ചെയ്ത് ഗിൽറ്റി ആയിട്ടുള്ള, തെറ്റുകാരനായിട്ടുള്ള കൾപ്രിറ്റ്, ഒരു തെറ്റുകാരനായിട്ട് ആളെ കുതിരബുദ്ധി ഒക്കെ ചെയ്തു. പക്ഷെ ആ തെറ്റുകാരനെ നമുക്ക് ആൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു പൊതു ജന സമൂഹത്തിൽ വെച്ചിട്ട് ആളെ മേക്കിംഗ് ഫൺ ഓഫ് ഹിം അല്ലെ, ആ ആളെ എന്താ പറയാ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ പാത്രമാക്കി മാറ്റാതെ, തന്റെ കൂടെ ജോലി ചെയ്യുന്ന കോവർക്കേഴ്സ് ഉണ്ട്, കൊളീഗ്സ് അല്ലെ, മറ്റു ജീവനക്കാരൊക്കെ ഉണ്ടായിരിക്കും, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആളെ ഇങ്ങനെ വലിയൊരു പ്രദർശന വസ്തുവായി പരിഹസിക്കാതെ എന്ത് ചെയ്യാ, ഒരു ചെറിയ സീക്രട്ട് ആയിട്ട്, അതാണ് ആളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് ശിക്ഷാ നടപടികളൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആളുകളിൽ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റോണിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തന്റെ തെറ്റായ പ്രവൃത്തി ആളെ മനസ്സിലാക്കി കൊടുക്കുക, അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ ക്രമമായിട്ട് അത് സ്വീകരിക്കുക. സീക്രട്ട് ആയിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശന വസ്തു ആക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? അതാണ് അതിന്റെ അർത്ഥം. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് ആ ഒരു ജോലിയിൽ ചിലപ്പോ പർട്ടിക്കുലർ സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവര് മോശം സമയത്ത് തന്നെ കയ്യിൽ നിന്ന് വന്നു പോയ ഒരു അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നൊന്നുമില്ല, തെറ്റ് ചിലപ്പോ അറിയാതെ വന്നതായിരിക്കാം. ഓക്കെ, അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ തെറ്റ് ചെയ്തു, അതാണ് ഇതാണെന്ന് പറഞ്ഞ് എന്താ പറയാ, സമൂഹത്തിലെ ആൾക്ക് വലിയൊരു ചിലപ്പോ ആളുടെ അതെന്ന് നേരത്തെ പറഞ്ഞത് നമ്മള് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ പ്രീവിയസ് ഹിസ്റ്ററി കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം.
ആള് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളാണോ? കണ്ടില്ലേ, പോലീസുകാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നല്ല ആളുകളൊക്കെ പല കാര്യത്തിനും പിടിക്കപ്പെടുമ്പോ അല്ലെ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് ആളെങ്ങനെയാ അന്വേഷണത്തിനെ കൊണ്ടുവരില്ലേ? കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് ആളിനെ കുറിച്ചിട്ട് തെളിവെടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആളുടെ ഒരു സ്വഭാവ രീതികള് അവരവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണുകയും കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഇവിടെ ഓർഗനൈസേഷനിൽ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ എംപ്ലോയി എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തു എന്ന് അതിന് ശിക്ഷാ നടപടികൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആളുടെ പ്രീവിയസ് ഹിസ്റ്ററി കൊടുക്കുന്നു, അത് നോക്കുന്നു, പരിശോധിക്കുന്നു. അവിടെ ഒന്നും കുഴപ്പങ്ങളില്ല. കറക്റ്റ് സൂപ്പറായിട്ട് ആള് പെർഫോം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പവും കുറ്റവും ആരും ഇതുവരെയും ഇതുവരെയും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെയോ പറ്റിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം? ആളെ വിളിച്ച് അത് തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനും അത് ഇല്ലാതെ നടപടികളൊക്കെ, അങ്ങനെയുള്ള നടപടികൾ സീക്രട്ട് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒറ്റ സെന്റൻസ് ഉള്ളൂ, അത് ഫുൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഓക്കെ, പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. ഇനി നമ്മൾ എടുക്കുന്ന ഓർഗനൈസേഷൻ വൈൽ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ടായിരിക്കും നമ്മൾ എത്തിച്ചേർക്കട്ടെ. ഇന്ന റൂൾസ് ഇന്ന റെഗുലേഷൻസ് ഒക്കെ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തോളണം? ലേ ഡൗൺ ചെയ്തോളണം. അപ്പൊ കൃത്യത, അത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ, ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് എന്താ പറയാ നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുന്നതല്ല ശരി, അല്ലെ? അങ്ങനെയായിരിക്കണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ വെൻ ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഷുഡ് ബി വെരി കെയർഫുൾ. അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അത് സ്വീകരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം ടു ഓൾ ഇൻഡിവിജ്വൽസ്. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കുന്നത്. ഞാൻ ചില റൂൾസ് വായിച്ചു, എനിക്ക് ഇന്ന രീതിയിൽ മനസ്സിലായി, വേറൊരാൾ അത് വായിച്ചു, ആൾക്ക് വേറെ രീതിയിൽ മനസ്സിലായി. അങ്ങനെ പാടുണ്ടോ? ഇല്ല. ഡബിൾ മീനിങ് ഒന്നും വരാൻ പാടില്ല. ക്ലിയർ ആയിരിക്കണം, വളരെ പാത്ത് ക്ലിയർ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എഴുതി വെക്കുന്നത്. വളരെ എന്താ പറയാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കി സ്ട്രെയിറ്റ് ആയിട്ട് വെരി ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. പിന്നെ മാത്രമല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഹാവ് ടു ബി മെയ്ഡ് സം ചേഞ്ചസ് അക്കോർഡിംഗ് ടു ടൈം ടു ടൈം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ റൂൾസിൽ കൊണ്ടുവരണം. ചില ആൾക്കാരുണ്ട് ഓർഗനൈസേഷനിൽ പരമ്പരാഗതമായിട്ട് ഏതോ കാലത്തില് ഉണ്ടായേക്കണ റെഗുലേഷൻസ് ഇപ്പോഴും അതേപടി അങ്ങനെ തന്നെ ഫോളോ ചെയ്തു വരുന്നത്. അതിൽ മാറ്റങ്ങളുണ്ട് അല്ലെ? റെഗുലേഷൻസിൽ മാറ്റങ്ങൾ വരുത്താം. ഇത് നിയമങ്ങളിൽ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അത് അവർക്ക് അറിയണം, പക്ഷെ എംപ്ലോയീസിന് അറിഞ്ഞാൽ മതി. സോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്യാൻ ബി അപ്ഡേറ്റഡ് ആൻഡ് റിവൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരിക. അത് ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ക്ലിയർ ടു ദ ഇൻഡിവിജ്വൽസ് ഓർ എംപ്ലോയീസിന് അത് കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം എല്ലാവർക്കും. അത്രേ ഉള്ളൂ. മാറ്റങ്ങൾ കൊണ്ടുവരാം, റിവൈസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ അത് ആരറിയണം? എംപ്ലോയീസ് ആണ് ഈ ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടത്. അവരറിയണം, അവർക്ക് അറിയണം, മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഈ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. വിത്ത് ദ ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ആൻഡ് ടൈം, അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ആ ഒരു ഫ്രേസ് വേണ്ട, അതില്ലാതെ വിത്ത് ദ ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ആൻഡ് ടൈം, സമയത്തിനും സാഹചര്യങ്ങൾക്കും മാറ്റങ്ങൾക്കും വിധേയമായി the policies, rules and regulations and procedures of the company should be revised and updated. എന്ത് ചെയ്തോളണം? കമ്പനികൾ, ഓർഗനൈസേഷൻസ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും പ്രൊസീജിയേഴ്സിലും ആവശ്യമായ അപ്ഡേഷൻസ്, റിവിഷൻസ് കൊണ്ടുവന്നിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ആൻഡ് ദ ലാസ്റ്റ് ഗൈഡ് ലൈൻ ആണ് ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ അവസാനത്തെ നിയമം. ഗൈഡ് ലൈൻ ആണ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി എങ്ങനെയായിരിക്കണം? കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആളുകൾക്ക് എന്താ പറയാ അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, മിസ്കണ്ടക്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അല്ലെ ഡിസിപ്ലിനറി ആക്ഷൻ. കഴിഞ്ഞതൊക്കെയാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിട്ട് പെരുമാറിയാൽ അത്
എന്താകും, മിസ്കണ്ടക്ട് ആയി മാറും. അപ്പൊ അത് വയലേറ്റ് ചെയ്യാതിരിക്കാനാണ് ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ടുവരേണ്ടത്. അല്ലാതെ അത് വയലേറ്റ് ചെയ്തിട്ട് അവരിൽ അത് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാം, പണിഷ്മെന്റ് പെനാൽറ്റിക്ക് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ട് എടുക്കരുത്. മനസ്സിലായോ? അങ്ങനെയല്ലേ വരേണ്ടത്. അതായത് തെറ്റ് അവർ ചെയ്യട്ടെ, അവർ തെറ്റിച്ചാലേ നമുക്ക് അവരുടെ മേലെ പെനാൽറ്റി അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരത് ചെയ്യാതിരിക്കാൻ, എന്ന് വെച്ചാൽ വയലേറ്റ് ചെയ്യാതിരിക്കാനുള്ള രീതിയിലുള്ള എന്താണ് ഡിസൈനിങ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ക്യാൻ ബി ഫോളോഡ് ബൈ എവ്രിവൺ. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്. അപ്പൊ ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് ദ വയലേഷൻസ്. കണ്ടോ, വയലേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കണം അതിന്റെ ലക്ഷ്യം. അല്ലാതെ വയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാലോ എന്നുള്ളതായിരിക്കരുത് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? 7 പോയിന്റ് ഗൈഡ് ലൈൻസ് ആയിട്ട് വന്നേക്കണം. 7 പോയിന്റുകൾ മെയിൻ ആയിട്ട് ബോൾഡ് ആയിട്ട് എഴുതിയേക്കുന്നത് എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് എഴുതണോ. ഗൈഡ് ലൈൻസിനകത്ത് വരുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഗൈഡ് ലൈൻസ് 7 അണ്ടർലൈൻ ചെയ്യുക. ഏതൊക്കെയാണ്? പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. പെട്ടെന്ന് ആക്ഷൻ സ്വീകരിച്ചോളണം. പ്രോംപ്റ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. ഡോക്യുമെന്റ് ചെയ്യണം. എന്ത് മിസ്കണ്ടക്ട് ചെയ്താലും അതിന് എവിഡൻസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. സൂപ്പർവൈസേഴ്സ് വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ, ജസ്റ്റിസ് ആയിരിക്കണം. എല്ലാവർക്കും ഒരേപോലെ ന്യായമായതായിരിക്കണം. ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. സ്വകാര്യതയോടെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ നടപ്പിലാക്കേണ്ടത്, ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കിയിട്ടല്ല. പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ടാണ് ലേ ഡൗൺ ചെയ്യേണ്ടത്. ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടത് അത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അപ്പൊ മാത്രമല്ല അത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മാറ്റങ്ങൾക്ക് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. ടൈമും റിക്വയർമെന്റും അനുസരിച്ച് നമുക്ക് അപ്ഡേഷൻസും അതുപോലെ റിവിഷൻസും നടത്തിയിരിക്കണം. ലാസ്റ്റ് വൺ, അത് ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആണ് നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷനിൽ ഫോളോ ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് ദ വയലേഷൻ. വയലേഷൻ ഒഴിവാക്കലാണ്, അതല്ലാതെ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുന്നതല്ല എന്നുള്ളത്. ക്ലിയർ ആയോ? 7 പോയിന്റും അവിടെ അണ്ടർലൈൻ ചെയ്യാം. പോയിന്റിന്റെ എക്സ്പ്ലനേഷനിൽ ചിലതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അണ്ടർലൈൻ ചെയ്തത് കൂടാതെ ഈ പറഞ്ഞ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന 7 മെയിൻ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഡിസിപ്ലിന്റെ പ്രാധാന്യം എന്ത്? ഈ ഡിസിപ്ലിൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്താണ് അതിന് കാരണം? Yes, there are some importance while maintaining discipline in an organization. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ. എന്ത് മാറ്റം കൊണ്ടുവരും? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കും? അവളുടെ പെർഫോമൻസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെ? നമ്മളിപ്പോ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് നമ്മൾ എന്തിനാ വീടുകളിലൊക്കെ എന്തിനാ ഓർഗനൈസേഷൻസിലേക്ക് പോകുന്നത്? ഒരു വീട്ടില് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടക്കം ചിട്ടയൊക്കെ പഠിപ്പിക്കും അല്ലെ? എന്തിനാ അത്? നമ്മളുടെ ബിഹേവിയർ, പെരുമാറ്റം, അവരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമുള്ള കുട്ടികളായിട്ട്. കാരണം ഇതുങ്ങളെ കൊണ്ട് നമ്മൾ പല സ്ഥലത്ത് പോകാനുള്ളതാണ് അല്ലെ? അപ്പൊ ഡിസിപ്ലിൻ നമ്മൾ ചെറുതിനെ തുടങ്ങി പഠിപ്പിക്കും. ജനിച്ചു വീണപ്പോ തുടങ്ങിയല്ലേ, ഒരു വിധായകം തുടങ്ങി അല്ലെ? കുട്ടികൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സാഹചര്യം മുതൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു തിരുത്തലുകളൊക്കെ അവരുടെ ഇതിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഡിസിപ്ലിന്റെ കാര്യത്തിലും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ അവരെ ഒന്ന് എന്ത് ചെയ്യും? പല കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു നമ്മൾ പോരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മൾ അതുങ്ങളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവിടെ ചിലപ്പോൾ അവർ അതുപോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ സെയിം വേ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഡിസിപ്ലിൻ ആക്കി കഴിയുമ്പോൾ അവരുടെ ബിഹേവിയറിൽ കാര്യങ്ങൾ മാറ്റി വരും. മനസ്സിലായി? പെരുമാറ്റച്ചട്ടങ്ങളിൽ മാറ്റം വരും. അപ്പൊ അതെന്ത് ചെയ്യണം? ആ ഡിസിപ്ലിൻസ് എംപ്ലോയീസിന്റെ ബിഹേവിയർ നമ്മൾ ചെക്ക് ചെയ്ത് ഡിസിപ്ലിൻഡ് ആണോ അല്ലേ എന്നൊക്കെ ഓരോ സമയങ്ങളിൽ നോക്കി എന്തെങ്കിലും ഡിസിപ്ലിൻഡ് അല്ലാതെ പെരുമാറുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഓക്കെ അതൊക്കെ ചെയ്തിരിക്കുന്നു. അത് അല്ലാതെ ഈ ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ടുവന്നത് നേരത്തെ പറഞ്ഞതുപോലെ പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് അവരിൽ നിന്ന് അവർക്ക് ശിക്ഷ കൊടുക്കാനോ അവരിൽ നിന്ന് ഫൈൻ വാങ്ങിക്കാനോ ഒക്കെ വേണ്ടിയിട്ടല്ല. അതിന് പകരം അവരെ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദേ ഷുഡ് ഫോളോ ഈ കോഡ് ഓഫ് കോണ്ടാക്ട്. അവിടെ ഓർഗനൈസേഷനിൽ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്
ഇങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ട രീതികളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടല്ലോ, ആ രീതി ഒന്ന് ഫോളോ ചെയ്യിച്ച് അവരെ ഡിസിപ്ലിൻഡ് ആക്കുക. അപ്പൊ എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ എന്തുകൊണ്ട് സഹായിക്കും? ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ പോയിന്റ് മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റിന്റെ അണ്ടർലൈൻ ചെയ്താൽ മതി. പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, അത് നിങ്ങൾ വായിച്ചറിയണോട്ടെ. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള മീനിങ്? ആ സെന്റൻസ്, ആ ഒരു ചെറിയ കഷ്ണം നമുക്ക് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ പോയിന്റ് മാത്രമാണ് എംപ്ലോയിയുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, കാര്യം മനസ്സിലായി. പക്ഷെ ഇനി അത് അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലാകാത്തവര്, അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ട് ഒന്നുകൂടി നമ്മുടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഹെൽപ് ദ എംപ്ലോയീസ് ടു improve their behavior and also make corrections from time to time. ഞാനിപ്പോ ആ ഡിസിപ്ലിൻ, അയ്യോ എന്തെങ്കിലും തെറ്റി, അയ്യോ അത് തെറ്റാണ്, അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ദിവസം ഞാൻ പിന്നെ അത് ചെയ്യാതിരിക്കുന്നു. മനസ്സിലായോ? സമയത്തിന് വരുന്നു, ഒരു ദിവസം ഞാൻ തെറ്റി വന്നു, അയ്യോ നാളെ തുടങ്ങി ആ സമയം തെറ്റിക്കാതെ അതിന് മുമ്പ് 1 മിനിറ്റോ 2 മിനിറ്റോ മുമ്പെങ്കിലും എനിക്ക് ഓർഗനൈസേഷനിൽ എത്തിച്ചേരണം. കണ്ടോ? ആ കറക്ഷൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാണ്. ബിക്കോസ് ഐ നോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, അതെനിക്കറിയാം. പക്ഷെ അബദ്ധവശാൽ അത് തെറ്റിപ്പോയി. അപ്പൊ ഞാൻ തന്നെ എന്നെ സ്വയം കറക്റ്റ് ചെയ്യാണ്. അങ്ങനെ പാടില്ല, കാരണം അത് എഗെയിൻസ്റ്റ് ദ റൂളാണ്. അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ മാറ്റം വരണം. കാരണം എന്താ? എന്റെ ബിഹേവിയർ മാറുന്നു. കാരണം ആ ഒരു റൂള് അനുസരിക്കാൻ ഞാൻ നിർബന്ധിതനാകണം, അല്ലെങ്കിൽ നിർബന്ധിതയാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല? സെക്കൻഡ് വൺ, പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? When we are following some rules and regulations in an organization or behaving properly, നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരല്ലോ, എല്ലാ ഇൻഡിവിജ്വൽസിനും അവർക്ക് എന്താ പറയാ, ആ രീതിയിൽ പെരുമാറാൻ, അവിടെ എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാഡ് ബിഹേവിയർ, മോശം സ്വഭാവം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കുറെ പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ബാഡ് ബിഹേവിയർ ഉള്ള ഒരാള് നമ്മുടെ കൂടേക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. മേ ബി ദർ വിൽ ബി ചാൻസ് ടു ഇൻഫ്ലുവൻസ് അതർ എംപ്ലോയീസ് ടു ഹിസ് ഗ്രൂപ്പ്. തന്റെ ഗ്രൂപ്പിലേക്ക്, ആ ബാഡ് ബിഹേവിയർ ഉള്ള ആളുടെ ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ആളുടെ ഒപ്പം അവിടെയുള്ള ബാക്കിയുള്ള എംപ്ലോയീസിനെയും കൊണ്ടുവരാനായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ബാഡ് ബിഹേവിയർ, അതായത് ആ ഒരു ആളോട് കൂടെ ചേരാൻ, എല്ലാവർക്കും അല്ല, ചിലപ്പോ ഒരാളെയൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ ആളോടൊപ്പം ചേരാനുള്ള ഒരു ടെൻഡൻസി ചില ആളുകൾക്ക് ഉണ്ടാവും. പക്ഷേ ഇഫ് ദേ ആർ ഫോളോയിങ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ, പക്ഷെ എന്നാൽ ആ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണമെന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ കൂട്ടിലേക്ക് പോയി ചേരാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല, ഞാനില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം എന്താ? ആൾ വിളിച്ചാലും ആള് ചിലപ്പോ ആളുടെ ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ വിളിക്കുന്നതായിരിക്കും, പക്ഷെ ആ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോകുന്നില്ല. ബിക്കോസ് ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പോകുന്നില്ല. അത് ആർക്കേ പറ്റുള്ളൂ? ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആളുകൾക്കേ പറ്റുള്ളൂ. എപ്പോ വേണമെങ്കിലും താറുമാറാകാവുന്ന ഡിസിപ്ലിൻ ഉള്ളവർക്ക് പറ്റില്ല അത്. ഓക്കെ, അപ്പൊ ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, അത് എന്താ പറയാ, എംപ്ലോയീസിന് ദേ കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി അതർ ബാഡ് ബിഹേവിയർ എംപ്ലോയീസ്. മോശം പെരുമാറ്റമൊക്കെ ഉള്ള എംപ്ലോയീസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പ്രോപ്പർ ഡിസിപ്ലിൻ പ്രൊട്ടക്ട്സ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നുണ്ട് ഒരു എന്താ പറയാ, ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ. അത് മാത്രമല്ല, മറ്റേതെങ്കിലും അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കാൻ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഞാനിപ്പോ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ആൾ വിളിച്ചപ്പോ ഇന്ന കാര്യത്തിന് വേണ്ടി പോകാൻ പറ്റാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ പറയാണ്, ഓക്കെ നമ്മള് എല്ലാ ദിവസവും 5 മണിക്കാണ് ജോലി കഴിഞ്ഞ് പോകുന്നത്, ഇത് നമുക്കൊരു 4:30 പോകാം, കുഴപ്പമൊന്നുമില്ല, ആര് പറയാൻ, എന്റെ ഒപ്പമാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളുടെ കോവർക്കേഴ്സ് നമ്മൾ വിളിക്കുകയാണ്. പക്ഷെ ഐ നോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവിടുത്തെ ഓർഗനൈസേഷന്റെ സമയം, എനിക്ക് തന്നിരിക്കുന്ന സമയം, എനിക്ക് ഇത്ര സമയം വരെ, അത് ആ കറക്റ്റ് മിനിറ്റ് വരെയും എനിക്ക് ഇവിടെ നിൽക്കണം, സ്റ്റേ ബാക്ക് ചെയ്യണം എന്ന് എനിക്കറിയാം. ആ ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യാൻ നിർബന്ധിതനാണെങ്കിൽ ഞാൻ ചെയ്യും. പറ്റില്ല, ഞാനില്ല, ഓക്കെ നിങ്ങൾ ഓക്കെ, ആ പോവാണ്. കാരണം ആൾക്ക് അതിന് ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല, ആൾ അതുകൊണ്ട് പോകുന്നു. മനസ്സിലായോ? അപ്പൊ ആരെയും
ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഡിസിപ്ലിൻ ഓൾസോ പ്രൊട്ടക്ട്സ് ദ എംപ്ലോയീസ്. അവരുടെ പെർഫോമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു സെക്യൂരിറ്റി ആയിട്ട് ഡിസിപ്ലിൻ മാറുന്നുണ്ട്. ക്ലിയർ ആയോ? സെന്റൻസ് സെക്കൻഡ് വൺ. ആ രണ്ട് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്നിട്ട് ആ രണ്ടാമത്തെ പോയിന്റിൽ ഇല്ലേ ദസ് എന്നുള്ള ആ സെന്റൻസിൽ തുടങ്ങുന്നുണ്ട്. ദസ് എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി. അതിൽ ദസ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യാം. എ പ്രോപ്പർ discipline policy can protect the high performance of the company from getting influenced by such undisciplined employees. നമ്മളെ സംരക്ഷിക്കുകയാണ്. അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നല്ല ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്തില്ല, ആ വലയിൽ വീഴില്ല. അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അണ്ടർലൈൻ ചെയ്തോ? Yes. Because they know the consequences of the misconduct. കാരണം എന്താ, അത്തരം ഡിസിപ്ലിൻ തെറ്റി കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം അവർക്ക് അറിയാം, എംപ്ലോയീസിന് അറിയാം. അപ്പൊ എന്ത് ചെയ്യാം, അവര് ഇവരുടെ പിന്നാലെ പോകില്ല. എത്ര എന്താ പറയാ, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ ഓഫറുകൾ കൊടുത്താലും ആ ഒരു ഇതിന്റെ പിന്നാലെ പോകില്ല. കാരണം എന്താ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അങ്ങനെ പോകില്ല. അതാണ് പറയുന്നത്. സോ അതൊരു പ്രൊട്ടക്ഷൻ ആണ്, ഒരു സെക്യൂരിറ്റി ആണ് മറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇൻ ഓർഗനൈസേഷൻ. നമുക്കതൊരു സുരക്ഷിതത്വമാണ്. കാരണം ആ സുരക്ഷയുടെ കവചത്തിന്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് പോകില്ല. കാരണം അതിന് പുറത്തേക്ക് പോയാൽ അതിന്റെ അനന്തര ഫലം നമുക്കറിയാം. അതിന്റെ ആഫ്റ്റർ ഇഫക്ട് വളരെ മോശമായിരിക്കും. പണിഷ്മെന്റുകൾ, പെനാൽറ്റീസ്, സസ്പെൻഷൻ, ടെർമിനേഷൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റുകൾ, ഇതൊക്കെ പുറത്തേക്ക് പിന്നെ ചെയ്യാൻ പോകുമാരെങ്കിലും ഇല്ല, പോവില്ല. അതൊക്കെ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അതുവരെ ഒന്ന് വായിച്ചിട്ടൊക്കെ വരാമല്ലോ അല്ലെ? നന്നായി വായിച്ചു നോക്കാം. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.